മുണ്ടത്തിക്കോട് അപകടത്തിൽ പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെടിക്കെട്ട് നടത്തിപ്പുകാരൻ അനീഷിന്റെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്താലാണ്. അതേസമയം പരിക്കേറ്റ 6 പേരെ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ 10 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, രാജേഷ്, സതീഷ് തുടങ്ങി 4 പേരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. വെടിക്കെട്ട് നടത്തിപ്പുകാരനായ സതീഷിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. 90% മുകളിൽ സതീഷിന് പൊള്ളലേറ്റിരുന്നു. ബേൺ ICUവിൽ ചികിത്സയിലായിരുന്ന 6 പേരെ വാർഡിലേക്ക് മാറ്റി. തൃശൂരിലെ വിവിധ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധരും ത്വക്കുരോഗ വിദഗ്ധരും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അതേസമയം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ 28 ശരീരഭാഗം DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം DNA ഫലം വരുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ജനം, തൃശൂർ.